ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷറ്റിൽ സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ടും അതിൻ്റെ കൂടെ തന്നെ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ മറക്കാണ്ടൊന്ന് പോയി കാണുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളതും ചെയിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ നൂല് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ള ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ടും ചെയിനും കുറച്ച് ഉണ്ടാക്കിയ ശേഷം എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റെപ്സ് നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ മെയിനായിട്ടുള്ളൊരു 4 സ്റ്റിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിലൊരു സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു സിംഗിൾ ക്രോഷറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിച്ചെടുത്ത ശേഷം ആ ഒരു സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് പാറ്റേൺസ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് ചെയിൻസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനായതുകൊണ്ട് ഒരു കണക്കൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു സിംഗിൾ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ച് മാത്രമേ പഠിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ ഇട്ട ശേഷം ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിലുള്ള ചെയിൻ ഉണ്ടല്ലോ, അതല്ലാണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് നമ്മൾ ക്രോഷറ്റിൻ്റെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയിനിൻ്റെ ഫസ്റ്റ് ഈ ഒരു നൂല് വരുന്ന രീതിക്ക് നമ്മൾ ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ക്രോഷറ്റിൻ്റെ നീഡിൽ ഉള്ള ഒരു സ്റ്റിച്ചും അതല്ലാണ്ട് നമ്മൾ അടുത്ത ചെയിനിൽ അതുപോലെ നീഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ 2 സ്റ്റിച്ചാണ് ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളിത് ആ ഒരു ചെയിനിലിടുമ്പോൾ 2 എണ്ണം കിട്ടും. അതല്ലാണ്ട് ഫസ്റ്റ് കാണുന്ന ആ ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ ലൂപ്പ് ക്രോഷറ്റിൻ്റെ ലൂപ്പിലുള്ളതും ചെയിനിൽ നമ്മൾ ഉള്ളിലേക്ക് ക്രോഷറ്റിൻ്റെ നീഡിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ച് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെല്ലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് നീഡിൽ ചുറ്റിച്ചിട്ട് ആ 2 സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ ബാക്കിയുള്ള ചെയിനിലും ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്താൽ മതി. അടുത്ത ചെയിനിലേക്ക് നമ്മൾ നീഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക്. അതിന് ശേഷം ഉള്ളിലൂടെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു നൂല് നമ്മുടെ ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിൽ വരുന്ന രീതിക്ക് ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ക്രോഷറ്റിൻ്റെ നീഡിൽ ചുറ്റിയ ശേഷം ഉള്ളിലേക്ക് 2 സ്റ്റിച്ചിൻ്റെയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സിംഗിൾ ക്രോഷറ്റ് കിട്ടിയിട്ടുണ്ട്. സിംഗിൾ ക്രോഷറ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണത്. ഈ ഒരു രീതിക്ക് നമ്മൾ ബാക്കിയുള്ള ചെയിനിൽ എല്ലാ ചെയിൻസിലും സിംഗിൾ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചെയിൻസ് കൂടുതലായിട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ചെയിനിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിച്ചാണ് നമ്മൾ ക്രോഷറ്റിൻ്റെ നീഡിൽ ഉള്ളിലേക്ക് ഇട്ട് വലിച്ച് തിരിച്ചുള്ളിലേക്ക് തന്നെ എടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഒന്ന് സ്ലോ മോഷനിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. കാരണം ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ആ ഒരു ചെയിനിലേക്ക് ഇടുന്നത് എന്നുള്ളതും ഉള്ളിലൂടെ വലിച്ചിട്ട് നമ്മൾ ചെയിന് ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിലേക്ക് നമ്മൾ ഉള്ളിലൂടെ നൂല് വലിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്.
മെല്ലെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു ചെയിനിൽ തന്നെ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാറ്റേൺസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺസ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിച്ചും പെട്ടെന്ന് തന്നെ പഠിക്കുകയും ചെയ്യാം. അത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു 2-3 പാറ്റേൺസ് കാണിച്ച ശേഷം പിന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് കടക്കാം. അപ്പോൾ അതാ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ അവസാനത്തെ സ്റ്റിച്ച് വരെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഈ ക്രോഷറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീഡിലെടുക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഉള്ളിലൂടെ വലിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് നൂല് നമ്മുടെ ഒരു ക്രോഷറ്റിൻ്റെ നീഡിലേക്ക് കറക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാ ചെയിൻസിലും സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ മറക്കാണ്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്